കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്ന സന്ദേശം ഇന്നലെ കേട്ട സന്ദേശത്തിൻ്റെ അടുത്ത ഭാഗമാണ്. ഇന്നലത്തെ സന്ദേശം വളരെ അനുഗ്രഹമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് സാക്ഷ്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞല്ലോ. നന്ദി. കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. ഇന്നും നമ്മൾ ആ സന്ദേശം, നമ്മുടെ കഴിവുകളെ നമ്മൾ മൂടി വെക്കരുത്, വിളക്ക് കത്തിച്ച് കട്ടിലിൻ്റെ കീഴെ വെക്കരുത്, ഒതുക്കിക്കളയരുത്. നമുക്ക് ഒരുപാട് കഴിവുകളെ ദൈവം തന്നിട്ടുണ്ട്, നമുക്ക് ഒരുപാട് സാധ്യതകളെ ദൈവം തന്നിട്ടുണ്ട്. അതൊന്നും നമ്മൾ വാക്കിനാൽ പറഞ്ഞ് ഒതുക്കിക്കളയരുത്. അത് കണ്ടെത്തി കർത്താവ് നമുക്കത് വെളിപ്പെടുത്തി തരുമ്പോൾ അതിനെ നന്നായിട്ട് ഉപയോഗിക്കണം. യേശുവിൽ ആശ്രയിച്ച്, യേശു ആ കഴിവ് തന്നത്, അതുകൊണ്ട് തന്നെ യേശുവിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ ആ കഴിവുകളെ ഏറ്റവും പ്രയോജനപ്രദമാക്കുവാൻ നമുക്ക് കഴിയും. അത് വലിയൊരു നല്ല സന്ദേശമാണ്, നമ്മുടെ ജീവിതത്തിന് ധൈര്യം പകരുന്ന സന്ദേശമാണ്. ഇന്നലത്തെ സന്ദേശം ഒരുപാട് പേർക്ക് ധൈര്യത്തിന് കാരണമായി. ഭയത്താൽ ഭാരപ്പെട്ട ഒത്തിരി പേരുണ്ട് ജീവിതത്തിൽ. എന്നെക്കൊണ്ട് കഴിയുമോ, പരാജയ ഭീതി മൂലം ഭാരം അനുഭവിക്കുന്നവർ, അതുപോലെ മുമ്പോട്ടൊരു ചുവട് വെക്കുവാൻ പോലും പ്രയാസം വന്ന് ഇങ്ങനത്തെ ചിന്തകൾ മൂലം എനിക്ക് കഴിവില്ല, ചില കഴിഞ്ഞ കാലത്തെ പരാജയങ്ങൾ പോലും അവരെ വല്ലാതെ മഥിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഒക്കെ ഇന്ന് ഈ സന്ദേശം കേൾക്കണം. നിശ്ചയമായിട്ടും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് വലിയ ധൈര്യം ഉണ്ടാകും. യേശുവിൽ ആശ്രയിച്ച് എന്നെക്കൊണ്ട് സകലതും ചെയ്യുവാൻ സാധിക്കും, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ നമുക്കും പറയുവാൻ കഴിയും. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ഈ സന്ദേശത്തിലേക്ക് പോകാം. ഈ തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുക, വീശുകായി തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുക. ജീവനുള്ള പാട്ട് പാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ, സഭയുണരുവാൻ. ജീവനുള്ള പാട്ട് പാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ, സഭയുണരുവാൻ. നമ്മൾ തന്നെ നമ്മളെ അവമതിച്ചിരിക്കുക. മോശ തന്നെ അവമതിച്ചല്ലേ? അവനെയും കാണിച്ചു കൊടുത്ത ഒരു അഗ്നിയാണ്, ആണോ അല്ലയോ? എന്തോ കാണിച്ചു കൊടുത്ത് അല്ലേ? ഒരു മുൾപ്പടർപ്പ് കത്തുന്ന കാഴ്ച മരുഭൂമിയിൽ സ്ഥിരമാണ്. പക്ഷേ കത്തുന്നെങ്കിലും ചാമ്പലാകാത്തത് ആദ്യം കാണുക. ഈ അഗ്നി കത്തിയാൽ ഒരു ഗുണം എന്നാന്നറിയാമോ? നിന്റെ എനർജി എടുക്കത്തില്ല, നീ ചാമ്പലാകത്തില്ല, നീ ഇങ്ങനെ നിന്ന് കത്തും. കത്തി അമരുന്ന പരിപാടി അല്ലിത്, നിന്ന് കത്തുന്ന പരിപാടി. നിന്ന് കത്ത്, ഒരു വർഷം കത്തുകല്ല, ഒരാഴ്ച കത്തുകല്ല, നിന്ന് കത്തുന്ന അഗ്നിയാണ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ഒരു മുഴക്കമുണ്ടായി. അഗ്നി നാവ് പോലെ പിളർന്നിരിക്കുന്ന ജ്വാല അവർക്ക് പ്രത്യക്ഷം. ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. വിളക്ക് കൊളുത്തി. എല്ലാവരും പറ, വിളക്ക് കൊളുത്തി ബ്രദറെ എന്ന് പറ. കൈ കൊടുത്ത് പറ, വിളക്ക് കൊളുത്തി ബ്രദറെ. എനിക്കറിയില്ല 120 പേരും അഗ്നി സൂക്ഷിച്ചോന്ന്. എനിക്കറിയില്ല 120 പേരിൽ എത്ര പേരിൽ ആ ദീപം തെളിയിച്ചെന്ന്. കർത്താവ് കൊളുത്തുകൊള്ളു. ജ്വലിപ്പിക്കേണ്ടിയ നമ്മളാ, തിരി നീട്ടിയിടേണ്ടിയ നമ്മളാ, വീണ്ടും എണ്ണ ഒഴിക്കേണ്ടിയ നമ്മളാ. എണ്ണയുണ്ടോ നിന്റെ വിളക്കിൽ? പ്രാർത്ഥനയിൽ ഇരിപ്പാൻ തയ്യാറാണോ? ദൈവവചനത്തിൽ ഇരിപ്പാൻ തയ്യാറാണോ? വചനം കേൾക്കാൻ തയ്യാറാണോ? ഈ അഗ്നി ഒന്ന് കത്തിച്ച്, ഒന്ന് ജ്വലിപ്പിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ദാവീദിന്റെ വീട്ടിലോട്ട് നോക്കിക്കേ.
കർത്താവ് ആ വീട്ടിൽ ഒരു പയ്യനെ രാജാവാക്കാൻ തീരുമാനിച്ചു. പ്രവാചകനോട് പറഞ്ഞു, ആ വീട്ടിൽ നിന്ന് അടുത്ത രാജാവ് പൊക്കോളാൻ പറഞ്ഞു. അവിടെ ചെന്നുടനെ അവിടുത്തെ അപ്പനോട് നിന്നെ മക്കൾ ഒരുവൻ രാജാവാക്കാൻ പോവുക. ഇപ്പം രാജാവെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആകെപ്പാടെ ഒരു ചിത്രമുള്ളത് ശൗലാണ്. അദ്ദേഹത്തിന് എല്ലാവരെക്കായാലും തോൾ മുതൽ എന്തുണ്ട്, പൊക്കമുണ്ട്, ഭയങ്കര പേഴ്സണാലിറ്റിയാണ്. അതൊക്കെ വെച്ച് പുള്ളി മൊത്തത്തിൽ നോക്കിയപ്പം വീട്ടിൽ കൊള്ളാവുന്ന മൂത്ത മോന് ഇവനെ കൊണ്ടുപോയിക്കൊള്ളാം. പക്ഷേ ദൈവം പറഞ്ഞു ഇവനെ തിരഞ്ഞെടുത്തിട്ടില്ലല്ലോ. പിന്നെ അങ്ങനെ 7 പിള്ളേരെ വരുത്തി, സ്മാർട്ടന്മാരെയൊക്കെ വരുത്തി. ഇവരെ ആരെയും തിരഞ്ഞെടുത്തില്ല. ഇനിയും വല്ലവരും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇതാണ് മറ്റുള്ളവരുടെ പറ. കൈ കൊടുത്ത് പറഞ്ഞ്, നിന്റെ അപ്പന് പോലും നിന്നെക്കുറിച്ചൊരു കൊച്ചളവ് പാത്രമുണ്ട്, നിന്റെ അമ്മയ്ക്ക് പോലും നിന്നെക്കുറിച്ചൊരു കൊച്ചളവ് പാത്രം, നിന്റെ ടീച്ചർക്ക് പോലും നിന്നെക്കുറിച്ചൊരു കൊച്ചളവ് പാത്രമുണ്ട്. ഇന്ന് പറയൊക്കെ മാറ്റി ദീപം തെളിക്കുക. കരം അടിച്ച് വായി തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. നിന്നെ കൊള്ളില്ല, നീ കഴിവ് കെട്ടവന്, നിന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല, നീ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആരോ വെച്ച പറ ഇന്ന് പകൽ എടുത്തു മാറ്റി ദീപം തെളിയട്ടെ. വീട്ടിലെല്ലാവരും കാണേണ്ടതിന് നീ പ്രകാശിക്കും, നാട്ടിലെല്ലാവരും കാണേണ്ടതിന് പ്രകാശിക്കും. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് പറകൾ മാറ്റുന്ന ദിവസം. ഞാൻ വെച്ച പറയും നാട്ടുകാർ വെച്ച പറയും ഞാൻ മാറ്റും. എല്ലാവരും പറഞ്ഞാട്ടെ. ഞാൻ എന്നെ കൊച്ചായിട്ട് അളന്നതും എൻ്റെ കഴിവുകൾ, എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ മേല, അതാണ് ഞാനിതാണ്, എനിക്ക് വിക്കാണ്, ഒന്നും മിണ്ടിപ്പോരുത്. കയ്യെ പിടിച്ചിട്ട് പറ, മോശേ ഒന്നും മിണ്ടിപ്പോരുത്. നിന്നെ ഞാൻ അയക്കാൻ പോവാണ്. ഈ 25 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈം എന്ന് പറയുന്ന ഒരു നാട്ടിൽ നാളുകളായി താമസിക്കുന്ന, 200-ലധികം വർഷമായി പാർക്കുന്ന, അവിടെ തമ്പടിച്ച് വീട് വെച്ച് പെരപണിത് താമസിക്കുന്ന ഒരു ജനത്തെ അവിടുന്ന് ഇളക്കി പറിച്ച് എന്ത് എളുപ്പമുള്ള പരിപാടിയാണെന്നറിയണ്ടേ? നമ്മുടെ വിചാരം ഇങ്ങനെ പോകാനെല്ലാം റെഡിയായിട്ട് നിൽക്കാമെന്ന്. 1-2 പേരല്ല, പിന്നെ 2500 പേരല്ല, പിന്നെ പുരുഷന്മാർ തന്നെ 6000, 6 ലക്ഷം, 25 ലക്ഷത്തോളം പേര്. സ്തോത്രം. അദ്ദേഹം ചെന്നിട്ട് കർത്താവിനോട് പറഞ്ഞ്, അഗ്നിയൊക്കെ കാണിച്ചെങ്കിലും പറഞ്ഞ്, നടക്കുന്ന പരിപാടി എന്നെ കൊണ്ട് നടക്കുകയല്ല, ഞാൻ വിക്കനാന്ന് പറഞ്ഞു. സ്തോത്രം. നീ എന്നാ ചാകാൻ കടന്നില്ലേ? ചാകാൻ നിന്റെ പെങ്ങൾ നിന്നെ ഞാൻ പെട്ടകത്തിൽ വെച്ചിട്ട് പോക്കാന്ന് കൊണ്ട് നിന്ന്. എടാ കുഞ്ഞെ, അനേകം മക്കൾ ചത്തപ്പോ നിന്നെ അവിടെ നിർത്തിയത്. ടൈമായപ്പോൾ നീ നെഗറ്റീവ് അടിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിനു വേണ്ടിയായിരുന്നു 40 വർഷം നീ നാട്ടിലെ മിസ്രൈമിലെ വിദ്യയൊക്കെ അഭ്യസിച്ച് ഇപ്പോൾ കരാട്ടെ എല്ലാം പഠിച്ചു. പിന്നെ 40 വർഷം എടുത്ത് നിന്റെ പവറൊന്ന് പോകാൻ. ഇപ്പം നീ ഒന്നും അല്ലാതായിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഒന്നുമില്ലാതായെന്ന് തോന്നുന്നുണ്ടോ? പഴയ കഴിവൊക്കെ കുറഞ്ഞു തോന്നുന്നുണ്ടോ? ഇപ്പോഴാണ് എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോഴാ എൻ്റെ ശക്തി വെളിപ്പെടാൻ പോകുന്നു. നിന്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി വെളിപ്പെടും. നിന്റെ കഴിവുകേടിൽ എൻ്റെ കഴിവ് വെളിപ്പെടും. വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെ ഉണ്ട്? അങ്ങോട്ടിന്ന് പകലൊന്ന് വിട്ടുകൊടുത്താട്ടെ. നീ ഉദ്ദേശിക്കാത്ത വ്യക്തിയാണ് നീ അറിയാത്ത വ്യക്തിയാണ് നീ ഊഹിക്കാത്തത് നിന്നിൽ കർത്താവ് പകർന്നിട്ടുണ്ട്. കരമടിച്ച് വായി തുറന്ന്, ഉള്ളം തുറന്ന്, വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് പേര് മാറ്റി വിളിച്ച കാര്യം നമ്മൾ പലപ്പോഴും ഒന്നിച്ച് കേട്ടിട്ടുള്ള കാര്യമാണ്, അല്ലേ? ആ സബദി മക്കൾ, അവരെ കർത്താവ് തെരഞ്ഞെടുക്കുമ്പോൾ അവരായിരുന്നു കൂട്ടത്തിൽ ചെറുപ്പക്കാർ. അമ്മയെ കൊണ്ടാണ് ചോദിപ്പിച്ചത്, ഇടത്തും വലുത്ത് ഇരുത്താമോ? അങ്ങനെ ബാലന്മാർ. എന്നാൽ കർത്താവ് അവരെ കണ്ടപ്പോൾ വിളിച്ച പേര് ഇടിമക്കൾ.
സൺസ് ഓഫ് തണ്ടർ, ഇടിവാളായിട്ടാണ് ഞാൻ നിന്നെ കാണുന്നത്. നീ ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ നിന്നെ കാണുന്ന പോലെ നീ നിന്നെ കാണണം. ഞാൻ നിന്നെ കാണുന്ന പോലെ നീ നിന്നെ കാണണം. ഞാൻ നിന്നെ കാണുന്നത് പോലെ നീ നിന്നെ കാണണം. ഞാൻ നിന്നെ കാണുന്നത്, നീ ഇന്ന് ഭയപ്പെടുന്ന ആ വിഷയത്തെ നീ ജയിച്ച് അതിന്റെ അപ്പുറത്ത് നിന്ന് നിൽക്കുന്നതായിട്ടാ ഞാൻ നിന്നെ കാണുന്നു. നീ നിന്റെ ഇന്നുകളെ കാണുന്നു, ഞാൻ നിന്റെ നാളുകളെ കാണുന്നു. നീ നിന്റെ മലകളെ കാണുന്നു, ഞാൻ കാണുന്നത് നീ തന്നെ മലകളെ ഇടിച്ച് അപ്പുറേ നിൽക്കുന്ന കാഴ്ചയാ. പ്രൈസ് ദി ലോർഡ്. ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാനെ നാട് കടത്തി. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന നാട് കടത്തപ്പെട്ട യോഹന്നാൻ. എന്നാൽ കർത്തൃ ദിവസത്തിൽ താൻ ആത്മാവിലായി, ആത്മവിവശനായി. അപ്പം താൻ അത്ര നേരം നോക്കിയിരുന്നിടത്തല്ല, താൻ നോക്കിയിരുന്ന വേറെന്തൊക്കെയായിരുന്നു? പരാജയങ്ങളായിരിക്കാം, എല്ലാം തീർന്നോന്നായിരിക്കാം, എനിക്കറിയില്ല, അവിടെ എഴുതിയിട്ടില്ല. പക്ഷേ മുമ്പിൽ കർത്താവ് നിൽക്കുന്നതായിട്ടല്ല കണ്ട. പിന്നെ എവിടെയാ കർത്താവ് വന്നെന്നല്ല, മുമ്പേ തന്നെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ എങ്ങാണ്ടൊക്കെ നോക്കിയിരുന്നേ ഉള്ളൂ. അവൻ എന്നെ പിടിക്കുവോ, ഇവൻ എന്നെ കൊല്ലുവോ, അതെന്നെ തകർക്കുവോ? സഹോദര, അറിയണം, നിന്റെ തൊട്ട് പുറകിൽ, എൻ്റെ തൊട്ട് പുറകിൽ ഈ കർത്താവ് നിപ്പുണ്ട്. ലോകാവസാനത്തോളം കൂടെ ഉണ്ടെന്ന് പറഞ്ഞവൻ പത്മോസ് ദ്വീപിലും വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെ കൊല്ലാനായിരിക്കുമല്ലോ അവിടെ ഇട്ട്, ഞാനാണ് ആദ്യവും അന്തവും, ഞാനാണ് ആൽഫയും ഒമേഗയും. ആമേൻ. ഇവിടെ നീ പ്രതിസന്ധി എന്ന് പറഞ്ഞ് കാണുന്നില്ലേ? ഇത് ഡൊമീഷ്യൻ ഒരുക്കിയതല്ല, ഞാൻ അനുവദിച്ചതാണ്. കാരണം നീ അല്പ ദിവസം ഇങ്ങനെ ഇരുന്ന് നിന്നെ കൊണ്ടൊരു കാര്യം എനിക്ക് ചെയ്യാൻ. നീ ഇവിടെ കയറുക, നീ എഴുതുക, നീ ഇതുവരെ കാണാത്തതിൽ എനിക്ക് കാണിക്കാൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കേ കൂടി വ്യാപരിക്കത്തുള്ളൂ. ഇന്ന് ദൈവമക്കൾ കർത്താവിനെ ആരാധിച്ചാട്ട്, സ്തുതിച്ചാട്ട്, കൂടാതെ മടുപ്പിൻ്റെയും നിരാശയുടെയും ഭയത്തിൻ്റെയും കട്ടിൽ ആരിലും കിടപ്പുണ്ടോ? പഴയ കാലത്ത് ഒരു സ്ത്രീയുടെ, ഒരു രാജ്ഞിയുടെ വാക്ക് കേട്ട്, ഭീഷണി വാക്ക് കേട്ട്, നിന്നെ കൊല്ലുമെന്നുള്ള വാക്ക് കേട്ട് ആ പ്രവാചകൻ എന്ത് ചെയ്തു? ചൂരച്ചിയുടെ കീഴിൽ പോയി കിടന്നു. കൈകൊടുത്ത് പറഞ്ഞാട്ടെ, വിളക്ക് കട്ടിക്കീഴെ വെക്കരുത്. 3-4 പേരോട് പറഞ്ഞാട്ടെ, കിടക്കാറായിട്ടില്ല ബ്രദറെ, മടുക്കാറായിട്ടില്ല, ഭയപ്പെട്ട് കിടക്കരുത്, ഒളിച്ച് കിടക്കരുത്. നമ്മളിങ്ങനെ വായിക്കുന്നു, സ്വത്രം ഒരു ദൂതനെ അയച്ചിട്ട് പറഞ്ഞു, ഇത് സ്വർഗത്തിൽ ചുട്ടപ്പോ തിന്നോളാൻ പറഞ്ഞു. അതാ ഇപ്പോൾ ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൽ ചുട്ട അപ്പമാ, സ്വർഗത്തിൽ ചുട്ട അപ്പമാ. പഴയ നിയമകാലത്ത് വീണ മന്നായ അല്ല ഇത് കേട്ടോ, ഇത് തിന്നുന്നവർ മരിക്കാതിരിക്കുന്ന ജീവന്റെ അപ്പമാ. അത് യേശുവാ. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ തിന്നിട്ട് നശിച്ചുപോയ മന്ന അല്ലിത്. എന്നാൽ ഇത് ഏതാണെന്നറിയോ? പുഴുക്കാത്ത മന്ന, തീരാത്ത മന്ന, സ്തോത്രം, ജീവിപ്പിക്കുന്ന മന്ന. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, പിന്നെ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന്റെ മക്കളെ 3 നേരം ഭക്ഷിക്കുന്ന ആ താല്പര്യം വചനം ഭക്ഷിക്കാൻ നമുക്കുണ്ടോ? എന്തുകൊണ്ട് കട്ടിൽ, എന്തുകൊണ്ട് പറ? നമ്മൾ പലപ്പോഴും വചനമല്ല കേൾക്കുക, നമുക്ക് അതിലും ഇൻട്രസ്റ്റ് ലൗകിക കാര്യങ്ങളില്ല. ലൗകിക കാര്യങ്ങൾ വേണ്ടെന്നല്ല, വേണം, എല്ലാം നോക്കി ഒക്കത്തുള്ളൂ, കുഞ്ഞുങ്ങളെ നോക്കിയുള്ളൂ, ബിസിനസ് ചെയ്തേ ഒക്കത്തുള്ളൂ. എന്നാൽ ഒരു ദൈവത്തിന്റെ പൈതലിന്റെ ഏറ്റവും പ്രധാന കാര്യം വചനം ഭക്ഷിക്കുന്നതാ. ആമേൻ. കൂട്ടായ്മ ആചരിക്കുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സാപ്പ് അയക്കുമ്പോൾ, ഒരു സന്ദേശം അയക്കുമ്പോൾ, ഒരു വചനത്തിലൂടെ, ഒരു വാക്കിലൂടെ ഒന്ന് ബലപ്പെടുത്തിക്കുക. ദൈവത്തിന്റെ പൈതല്, സ്വർഗത്തിൽ ചുട്ട അപ്പം നമുക്ക് കർത്താവ് നൽകി തരികയാണ്. എനിക്കറിയാം, ഇന്നിവിടെ തളർന്ന് ആത്മഹത്യക്ക് ഒരുങ്ങി വന്ന വ്യക്തി, എനിക്കറിയാം, ഇന്ന് കർത്താവിന്റെ വചനം കേട്ട നീ മരിക്കത്തില്ല. എന്തോ കേട്ട് പേടിച്ച്, ആരെയോ ഭയന്ന് മരിക്കുമെന്ന് പറഞ്ഞ നിന്നെ അവിടെ തന്നെ ഞാൻ നിർത്തും. ആരെ പേടിച്ച് നീ ഓടിയോ, ആ നാട്ടിൽ തന്നെ ഞാൻ നിന്നെ നിർത്തും. ഇതെല്ലാവർക്കും പ്രകാശിക്കാൻ കത്തിച്ച വിളക്കത്രേ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. അവന് അപ്പം എടുത്ത് കൊടുത്തിട്ട് നീ തിന്നേ, നിനക്ക് ഇനി ഒത്തിരി ഓടാനുണ്ട്, നീ ഇനിയും രാജാക്കന്മാരെ വാഴിക്കും എന്ന് പറഞ്ഞ് ഇപ്പം നീ പേടിക്കുന്നവൻ പോക്കാം. അടുത്ത രാജാവിനെ നീയാ വാഴിക്കാൻ പോകുന്നേ. നീ പിന്നെ എന്തിനാ ഈ പരീക്ഷയെ പേടിക്കുന്നേ? ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇന്നെ കേൾക്കുന്ന വിദ്യാർത്ഥികളോട് ഞാൻ പറയാം, ഈ പരീക്ഷയെ നീ ഭയപ്പെടരുത്. ഇനിയും നിനക്ക് ഒത്തിരി പോകാനുണ്ട്. നിന്റെ അടുത്ത കോഴ്സ് കർത്താവ് കണ്ടിട്ടുണ്ട്. നീ അടുത്തത് എവിടെ പഠിക്കുന്നെന്ന് കർത്താവ് കണ്ടിട്ടുണ്ട്. നീ എവിടെ ചെല്ലുമെന്ന് കർത്താവ് കണ്ടിട്ടുണ്ട്. നീ എവിടെയൊക്കെ നിൽക്കുമെന്ന് കർത്താവ് കണ്ടിട്ടുണ്ട്. ആർക്കും നിന്നെ തൊടാനൊക്കത്തില്ല. നീ അല്ല, ഞാൻ നിന്നെ അയക്കുക, ഞാൻ നിന്നെ അയക്കുക. എല്ലാ ദൈവമക്കളും കാര്യങ്ങൾ തട്ടി വായി തുറന്ന് ഉള്ളം തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആർപ്പോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഓ, നിന്നിൽ കത്തിയ വിളക്ക് തെളിയട്ടെ, വിളക്ക് തെളിയട്ടെ, വിളക്ക് തെളിയട്ടെ, വിളക്ക് തെളിയട്ടെ. പ്രാർത്ഥനയാൽ അതിനെ ഒന്ന് തെളിച്ചേ, വചനത്താൽ അതിനെ ഒന്ന് തെളിച്ചേ, അന്യഭാഷകളാൽ അതിനെ ഒന്ന് തെളിച്ചേ, സ്തുതികളാൽ അതിനെ ഒന്ന് തെളിച്ചേ. തെളിയിക്കുമോ? തെളിയിക്കുമോ? തെളിയിച്ചാട്ടെ, തെളിയിച്ചാട്ടെ. വായി തുറന്ന് ആരാധിച്ചാട്ടെ. എല്ലാ ദൈവമക്കളും ആരാധിച്ചാട്ടെ. ആരും മൗനമായിരിക്കരുത്. എല്ലാ ദൈവമക്കളും ശബ്ദമുയർത്തി കരമടിച്ച് വായി തുറന്ന് അല്പസമയം ആരാധിച്ചാട്ടെ. ഇന്ന് കേട്ട വചനം നിന്നെക്കുറിച്ചാ, ഇന്ന് കേട്ട വചനം നിന്നെക്കുറിച്ചാ. കർത്താവ് നിന്നെ കാണുന്ന പോലെ നീ നിന്നെ കണ്ടാട്ടെ. നിന്നെ ആരും തൊടില്ല, നീ എങ്ങും തകരില്ല. ഞാനാ അഗ്നി കത്തിച്ചത്, ഞാനാ നിന്നെ വിളിച്ചത്. എല്ലാവരും നിന്നെ കൈവിട്ടപ്പോൾ, നിന്റെ മരണം കാത്തിരുന്നപ്പോൾ, നീ തീർന്നെന്ന് പറഞ്ഞപ്പോൾ, നിന്റെ വീട് നീട്ടിൽ കാണുകയില്ല എന്ന് പറഞ്ഞപ്പോൾ, നിന്റെ വീട് ഈ നാട്ടിൽ കാണത്തില്ല എന്ന് വിധി എഴുതിയപ്പോൾ, നിന്നെ വിളിച്ചത് ഞാനാ, നിന്നെ കണ്ടത് ഞാനാ, നിന്നെ നിയമിച്ചത് ഞാനാ, നിന്നിൽ അഗ്നി കത്തിച്ചത് ഞാനാ. നിന്നെ ഞാൻ എൻ്റെ കൈകളിൽ ഒരു അത്ഭുത പാത്രമായി ഉപയോഗിക്കാൻ പോകുകയാ. ഏൽപ്പിച്ചു കൊടുത്ത് ആരാധിക്കാം. കർത്താവിന്റെ അത്ഭുത ശക്തി ഓരോ മക്കളുടെ മേലും ഇറങ്ങി വരുന്നു. ദൈവവചനത്തിലെ നിന്നെ വീണ്ടും അവൻ ശക്തീകരിക്കുന്നു, നിന്നെ വീണ്ടും അവൻ ശക്തീകരിക്കുന്നു, നിന്നെ വീണ്ടും അവൻ ശക്തീകരിക്കുന്നു, നിന്നെ വീണ്ടും അവൻ ശക്തീകരിക്കുന്നു, നിന്നെ വീണ്ടും കർത്താവ് ശക്തീകരിക്കുന്നു, നിന്നെ വീണ്ടും കർത്താവ് ശക്തീകരിക്കുന്നു. ക്രിസ്തുവിൽ പറഞ്ഞാട്ടെ, ക്രിസ്തുവിൽ ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുക. എന്നെ തെരഞ്ഞെടുത്തത് ക്രിസ്തുവിന്റെ പൂർണ്ണ മഹത്വം എന്നിലൂടെ വെളിപ്പെടുത്താൻ. എന്നിൽ തെളിയിച്ച അഗ്നി പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാണ്. അത് ലോകത്തിന്റെ അറ്റത്തോളം പ്രകാശം പരത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ചു പറഞ്ഞാട്ടെ, ഞാൻ ദൈവ പൈതലാണ്, ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച വ്യക്തിയാണ്. എനിക്ക് പരിമിതികളില്ല. ഞാൻ വെച്ച പരിമിതികൾ, വിളിച്ചു പറഞ്ഞാട്ടെ, ഞാൻ വെച്ച പരിമിതികൾ, മറ്റുള്ളവർ വെച്ച പരിമിതികൾ യേശുവിൻ നാമത്തിൽ ഞാൻ എടുത്തു കളയുന്നു. തണ്ടിന്മേൽ പ്രകാശിക്കുന്ന വിളക്ക് പോലെ അത്രേ ഞാൻ യേശു ക്രിസ്തുവിൽ ജയാളി അത്രേ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ആ ഒരു ബോധ്യത്തോടെ കർത്താവ് അയച്ച ഓരോരുത്തരോടും, നീ പോവല്ല, ഞാൻ നിന്നെ അയക്കുക. തന്റെ ശിഷ്യന്മാരെ അയച്ചു. യേശു വന്നപ്പോഴും പറയാണ്, ഞാൻ വന്നതല്ല, എൻ്റെ പിതാവ് എന്നെ അയച്ചു. ഇന്നിവിടെ നിന്ന് പോകുമ്പോൾ ഒരു നിയുക്തനായി പോവുക. ഞാൻ നിയോഗിക്കപ്പെട്ടവനാണ്. എല്ലാവരും പറഞ്ഞേ, ഞാൻ ചെല്ലുകല്ല, എന്നെ അയക്കുക. എല്ലാ സ്ഥാനത്തും അങ്ങനെ ഒന്ന് ചെന്നേ കണ്ടോണം കർത്താവിൻ്റെ പ്രവൃത്തി. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനങ്ങൾ കർത്താവ് നമ്മുടെ ഉള്ളങ്ങളിൽ നിറച്ച് ഈ ദിവസങ്ങളിൽ ശുശ്രൂഷയിലും ജീവിതത്തിലും മാത്രമല്ല, കുഞ്ഞുങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളിൽ ഒരു അഗ്നി കർത്താവ് കത്തിച്ചിട്ടുണ്ട്. മുന്നമേ കർത്താവ് കണ്ടതാണ്. ഒരു കാര്യം ഓർത്തോണം, ഇന്ന് നമ്മൾ പ്രതിസന്ധി എന്ന് പറയുന്ന കാര്യം, അതിൻ്റെ അക്കരെ കടന്ന് നീ വലിയത് ചെയ്യുന്നത് ഇപ്പോഴേ കർത്താവ് കണ്ടിട്ടുണ്ട്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹാർട്ടിന് അസുഖമുള്ള 14 വർഷത്തിന് മുമ്പ് വന്നിട്ടുള്ള. ഇന്ന് രാവിലെ എനിക്ക് വരാൻ പറ്റത്തില്ലായിരുന്നു, കിടക്കുകയായിരുന്നു. പിന്നെ ഞാൻ 9 മണിയായപ്പോൾ തന്നെ എനിക്ക് പോരണമെന്ന് തോന്നി, എഴുന്നേറ്റ് കുളിച്ചു പോന്നു. ഇപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ നല്ല സുഖം ഉണ്ട്. ആ വേദന മാറിയോ? വേദന മാറി.
ഈ ഇടിപ്പായിരുന്നു ഭയങ്കര. ഇടുപ്പ് മാറിയോ? മാറി 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 ഇപ്പം നോർമലായി. നോർമലായി. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്ത് നിന്ന ആളാണോ പ്രാർത്ഥിച്ചത്? അടുത്ത് നിന്ന ആളാണ്. പ്രാർത്ഥിച്ചപ്പോൾ എന്തെങ്കിലും അനുഭവം ഉണ്ടായോ? പ്രാർത്ഥിച്ച് ഒരു വലിയൊരു ഇത് വന്ന് കയറി ഇറങ്ങുന്ന പോലെ എനിക്ക് തോന്നി. എന്നിട്ട് ശരീരം മുഴുവൻ വിശർത്ത്. ഇപ്പോഴും വേർത്തോണ്ടായിരിക്കുന്നത്. ഈ തലയെല്ലാം വേർപ്പ് പൊടിഞ്ഞിരിക്കുക. അത് ദൈവശക്തി ഇറങ്ങുമ്പോൾ, ചില ബന്ധനങ്ങൾ അഴിയുമ്പോൾ വേർക്കും, ചൂടിറങ്ങും. ഒന്ന് ശ്വാസമൊക്കെ വലിച്ച് ഒന്ന് കൈയൊക്കെ ഒന്ന് ഉയർത്തി നോക്കി. ചില സ്പീഡിൽ അങ്ങോട്ട് നടന്നിട്ട് ഞാൻ വന്നേ. അല്ല, ഇതിലേ നടന്നേ. സ്പീഡിൽ നടന്നേ. സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നേ. നല്ല സ്പീഡിൽ നടന്നേ. കൈ വീശി നടന്നേ. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഒരു കുഴപ്പവും ഇല്ല. മറ്റേ ഇങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? നടക്കാൻ ബുദ്ധിമുട്ടില്ല. എനിക്ക് 3-4 ദിവസമായിട്ട് വിഷമം ഉണ്ടായിരുന്നു. ഈ നടക്കുമ്പോൾ നെഞ്ചിടിക്കുവോ? ഇടിപ്പുണ്ടായിരുന്നു. ഇടിപ്പം നടന്നിട്ടില്ല? ഇല്ല ഇല്ല ഇല്ല, എല്ലാം മാറി. ഇല്ല എന്നല്ല പറഞ്ഞ, ഇല്ല. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ചെവി 10 അടി ദൂരത്തിൽ ആരെങ്കിലും വിളിച്ചാൽ കേൾക്കാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് കേൾക്കാം. സ്തോത്രം. ദൈവമക്കൾ വാവുണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതവിടെ നടക്കും. 2 ചെവിക്കും പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം ക്ലിയറായി. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എന്തോ മറ്റൊരു പ്രശ്നം എന്തായിരുന്നു? നാക്കിൻ്റെ ഒരാഹാരവും എരിവുള്ളതൊന്നും കഴിക്കാൻ പറ്റിയില്ല. ഭയങ്കരമായിട്ടുള്ള വിഷമായിരുന്നു നാക്കിന്. ഇപ്പൊ അത് സൗഖ്യമായി. 2 സൗഖ്യങ്ങളാണ് നടന്നത്. നാവേലൊന്നും തൊടിയിക്കാൻ മേല, ചൂട് ചെല്ലാൻ മേല, എരിവ് ചെല്ലാൻ മേല. ബ്രദറിനോട് പറയായിരുന്നു, എൻ്റെ നാക്കിപ്പം പൂർണ്ണ വിടുതലായി. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കർത്താവേ, നന്ദി. കൊല്ലത്തുള്ള ഒരു ബന്ധുവിന് വേണ്ടിയിട്ട് പ്രയർ വിളിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ്റെ അകത്തുള്ള ഈ ആന്തരാവയവങ്ങളെല്ലാം നശിച്ചു പോയിരുന്നു. അപ്പം പ്രാർത്ഥിച്ചപ്പം എന്നോട് പറഞ്ഞു, സൗഖ്യം കിട്ടുവാണെങ്കിൽ ഇവിടെ വന്ന് പിറ്റേ ദിവസം പറയണമെന്നോ. സൗഖ്യം കിട്ടി. എല്ലാ അവയവങ്ങളും ഇപ്പോൾ അകത്തുണ്ട്. എല്ലാ ആഹാരവും കഴിക്കാൻ തുടങ്ങി. എൻ്റെ ഒരു ബന്ധുവാണ്, കൊല്ലത്തുള്ള ഒരാളാണ്. ഡോക്ടർമാർ പറഞ്ഞു എല്ലാ അവയവങ്ങളും പ്രവർത്തനം പോയി. എല്ലാം പോയി. മരുന്ന് പോലും പ്രതികരിക്കുന്നില്ലായിരുന്നു. അപ്പം ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങി. ചാടി എഴുന്നേറ്റ് ആഹാരം വാങ്ങി കഴിച്ചു. ഒന്നുകൂടെ ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. സിസ്റ്ററെ, അത് പുരുഷനാണോ സ്ത്രീയാണോ? പുരുഷനാ. 65-70 വയസ്സുള്ള ഒരു പുരുഷനാ. അദ്ദേഹത്തെ ഒന്നിവിടെ കൊണ്ടുവരാവോ? ഇപ്പം നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നടക്കാറാവും. ഇപ്പം നമ്മൾ ഒന്നുകൂടെ പ്രാർത്ഥിക്കാൻ പോവാ. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മകൻ നടന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. മുട്ടിന് വേദനയായിരുന്നു. അതുകൊണ്ട് ഇരിക്കാനും എഴുന്നേക്കാനും ബുദ്ധിമുട്ടാണ്. ഇവിടെ എല്ലാവരും എഴുന്നേക്കാൻ പറയുമ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാണ് ഞാൻ എഴുന്നേക്കുന്നത്. ഇതിപ്പോൾ പ്രാർത്ഥിച്ചോണ്ടിപ്പോൾ നല്ലൊരു സുഖം പോലെ ഞാൻ ഇരുന്ന് എഴുന്നേറ്റൊക്കെ നോക്കണം. ഒരു കുഴപ്പവുമില്ല. പൂർണ്ണ സൗഖ്യമായി. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമല്ലേ? നിങ്ങൾക്കത് ഹൃദയത്തിൽ ഒത്തിരി രൂപാന്തരം വരുത്തിയില്ലേ? ആ ഭയം, ആ പേടിയൊക്കെ മാറിപ്പോയില്ലേ? എന്ത് ചെയ്യാൻ ഒരു ധൈര്യക്കുറവ്, അങ്ങനെയുള്ളൊരു പ്രയാസം അതിന്ന് മാറിയില്ലേ? കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? യേശു നമ്മളെ ഇങ്ങോട്ട് അയച്ചെങ്കിൽ, യേശു നമ്മുടെ രക്ഷകനും കർത്താവുമാണെങ്കിൽ പിന്നെ നമ്മൾ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വളരെ കരുതലുള്ള ഒരു നല്ല കർത്താവ്. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ലെന്ന് വാക്ക് പറഞ്ഞവൻ, ഞാൻ നിൻ്റെ കൂടെ എല്ലാ നാളും ഉണ്ടെന്ന് പറഞ്ഞ ഇമ്മാനുവേലായവൻ, ആ യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാണ് പേടിക്കേണ്ടത്? നമ്മുടെ കഴിവുകളെ കർത്താവ് തന്നതാണ്. അത് നമുക്ക് നന്നായിട്ട് വിനിയോഗിക്കാം. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ചാട്ടെ. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ഭയങ്ങൾ മാറിപ്പോകട്ടെ, നിരാശകൾ മാറിപ്പോകട്ടെ, വളരെ വേദനകൾ മാറിപ്പോകട്ടെ, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ മാറട്ടെ. ക്യാൻസർ രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ബ്രെയിൻ ട്യൂമറുകൾ ഇപ്പോൾ തന്നെ അപ്രത്യക്ഷമായി പോകുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. വളഞ്ഞ അസ്ഥികൾ നിവർന്നു വരട്ടെ. കൈകാലുകളിൽ നീളക്കുറവുള്ള വ്യക്തികൾ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. അതുമൂലം അവരുടെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ട്, പരിഹാസം കേൾക്കുന്നുണ്ട്. ഒരു കുഞ്ഞിൻ്റെ കാലിന് നീളക്കുറവുള്ളത് മൂലം ആ കുഞ്ഞ് ചട്ടി നടക്കുന്നത് കൊണ്ട് അതിന് ഒരുപാട് നിന്ദയും പരിഹാസം കേൾക്കുന്ന ഒരവസ്ഥ
യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ കാല് നീണ്ടു വരുവാൻ വളർന്നു വരുവാൻ ഞാൻ കൽപ്പിക്കുന്നു. മറ്റേ കാലിൻ്റെ ഒപ്പം നീളമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുക. വളഞ്ഞ അസ്ഥികൾ നിവർന്നു വരട്ടെ. കർത്താവെ, അവിടുന്ന് അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. അത്ഭുത സൗഖ്യങ്ങൾ ഇപ്പോൾ തന്നെ വെളിപ്പെടുത്തിയിരിക്കാൻ നന്ദി പറയുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവർക്കും അവിടുന്ന് നന്മകൾ തന്നിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞിൻ്റെ കാല് നിവർന്നതായിട്ട് ഞാൻ എൻ്റെ ആത്മാവിൽ കാണുന്നുണ്ട്. അത് ആ കാൽമുട്ടിന് നീളം കുറവ് വന്ന് ആ കുഞ്ഞിന് ആ കാല് വളർന്നിറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആ സാക്ഷ്യം ഇപ്പോൾ തന്നെ വിളിച്ചു പറയണം. അത് കേൾക്കാൻ ഞങ്ങൾക്ക് വളരെ ആഗ്രഹമുണ്ട്. അതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. സാക്ഷ്യങ്ങൾ വിളിച്ചു പറയുമല്ലോ. അതുപോലെ തന്നെ നിങ്ങളുടെ തുടർന്നുള്ള പ്രാർത്ഥന ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഈ നമ്പറുകളിൽ നിങ്ങൾ വിളിച്ചു പറയണം. അതുപോലെ പ്രാർത്ഥനാ വിഷയങ്ങളും വിളിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് വീണ്ടും നാളെ ഇതേ സമയത്ത് ഇതേ ചാനലിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നിങ്ങളെല്ലാവരെയും തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. ഞാൻ നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. बहते हुए खून की धार क्रूज से देखो आती है, बहते हुए खून की धार। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को, तूने हमको सिखाए प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू। चरणों में ते